നമസ്കാരം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിക്ക് സ്വന്തം കൈ നഷ്ടപ്പെട്ട സംഭവം കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ എത്രത്തോളം ഗുരുതരമായ തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ ഭീതിജനകമായ ഓർമ്മപ്പെടുത്തലാണ്. ഈ വിഷയത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിലൂടെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അപ്പുറം ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കാണാം. ശ്രീമതി വീണ ജോർജ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത നിമിഷം താങ്കൾ പാലക്കാടെത്തി അത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും താങ്കളുടെയും നേട്ടങ്ങളുടെ പട്ടികയിലെ അടുത്ത പൊൻതൂവലായി ചിത്രീകരിക്കാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും താങ്കൾ നടത്തില്ലേ? ആ നേട്ടത്തിന് കാരണക്കാരായ ആരോഗ്യ മേഖലയിലെ ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രസക്തിയോ പ്രാധാന്യമോ നിങ്ങൾ നൽകുമോ? അത്രയും അല്പത്തരങ്ങളുടെ ആൾരൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത്? എന്തുകൊണ്ടാണ് കപ്പിത്താനും അങ്ങേ പോലുള്ള കപ്പിത്താൻ സ്തുതിഗീതകരും ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് മാത്രം നാഥനില്ലാതെ പോകുന്നത്? കൈയൊടിഞ്ഞ് ചികിത്സക്കെത്തിയ 8 വയസ്സ് മാത്രം പ്രായമായ ആ കുഞ്ഞ് മയക്കം കഴിഞ്ഞുണരുമ്പോൾ എന്റെ കൈ എവിടെ അമ്മേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ്. ആ കുഞ്ഞിന്റെയും ആ കുടുംബത്തിന്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെ എല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ? ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ? കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിന് അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടത്? ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിശ്വസിച്ച് ആശുപത്രികളിൽ എത്തും? കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയക്കാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. മിനിസ്റ്റർ, സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം. അത് തമിഴ്നാട്ടിലല്ല, പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ്. ഞാൻ MLA ആയതിനു ശേഷം എത്ര തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലെ താങ്കളുടെ വകുപ്പിന്റെ ഇടപെടലുകൾ പൂർണ്ണമാണോ? പാലക്കാട് ജില്ലാ ആശുപത്രി പോലെ പല പ്രദേശത്തുമുള്ള മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവ് നികത്തണമെന്ന് പറഞ്ഞ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ അടക്കമുള്ളവർ തന്ന നിവേദനങ്ങൾ അവഗണനയുടെ ചവറ്റുകൊട്ടയിൽ തന്നെയല്ലേ ഉള്ളത് മിനിസ്റ്റർ? ആരോഗ്യ വകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലാകുന്നതെന്ന് മന്ത്രി മറക്കരുത്. കപ്പൽ ഉലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിന്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ സംഭവം കേവലം ഒരു ചികിത്സാ പിഴവായി എഴുതി തള്ളാനാകില്ല. ഈ സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ അടിത്തറ എത്രത്തോളം ദുർബലമാണെന്ന് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിന് കൈ നഷ്ടപ്പെട്ട ഈ ദുരന്തം ഭരണകൂടം തുടർച്ചയായി അവഗണിച്ചു വരുന്ന ആരോഗ്യ മേഖലയിലെ അടിസ്ഥാനപരമായ തകർച്ചയുടെയും കെടുകാര്യസ്ഥതയുടെയും ഫലമാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് അപ്പുറം ഓരോ പൗരന്റെയും ജീവിക്കാനുള്ള അവകാശമായി കണ്ട് പരിഗണിക്കേണ്ടതുണ്ട്. ജനപ്രതിനിധികളുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ലാഭത്തിന് ഓഹരിയെടുക്കുകയും നഷ്ടത്തിന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ഭരണപരമായ സമീപനം തിരുത്തപ്പെടണം. ഇനിയെങ്കിലും താൽക്കാലിക നടപടികളിൽ ഒതുങ്ങാതെ കുഞ്ഞിന് നീതിയും പരമാവധി പിന്തുണയും നൽകുകയും പൊതുജന വിശ്വാസം വീണ്ടെടുക്കുന്നതിനും മനുഷ്യത്വരഹിതമായ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കുന്നതിനും ആവശ്യമായ ഘടനാപരമായ പരിഷ്കാരങ്ങൾ സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കണം. വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഓരോ കേരളീയന്റെയും അവകാശമാണ്. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്.